അതെ, സത്യം പറയാലോ, ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര അധികം ടേസ്റ്റിൽ കിട്ടുമെന്ന്. ആ പുഡിങ്ങിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ച് ആ ചോക്ലേറ്റ് സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ആവശ്യമുള്ളൂ. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സിന് ഒരു ക്രേവിങ്സ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കാരണം ഇത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ തന്നെ സെറ്റായിട്ട് വേഗം കിട്ടുന്ന ഒരു അടിപൊളി സിമ്പിൾ പുഡിങ് കേട്ടോ. അപ്പോൾ നോക്കിയാലോ, കുറച്ച് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് മാത്രം കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. കട്ടകളൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കി എടുത്താൽ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ചൂട് കൊടുക്കുന്ന തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ചൂടാറട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാകെ കട്ട പിടിച്ചിട്ട് നമുക്ക് വിചാരിച്ച പോലെ സാധനം കിട്ടില്ല. ഈ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിതിൽ ഒരു ചോക്ലേറ്റിൻ്റെ ഡിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുമില്ല, കുറച്ച് ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചോക്ലേറ്റ് സോസ് റെഡിയായി. അത് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടും കൂടി നിങ്ങൾ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. 2 ദിവസമായിട്ട് എനിക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. നല്ല ചോക്ലേറ്റ് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ചപ്പോഴാണ് റെഡിയായത്. അപ്പോൾ ഉണ്ടാക്കി നോക്ക്. ബൈ.